ഈ വീഡിയോയിൽ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ പേരാണ് ജെയിംസ്. ചെറുപ്പത്തിലെ 2 കാലും പോളിയോ വന്ന് തളർന്നു പോയിട്ടും വിധിയെ പഴിക്കാതെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന ജെയിംസേട്ടൻ്റെ വിശേഷമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞാനൊരു വഴിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച കണ്ടത്. കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആണ്ട് ഒരു ചേട്ടൻ നാണ്ട് ഇവിടെ നിന്ന് വലിയ രീതിയിലുള്ള ആശാരിപ്പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ചേട്ടൻ്റെ പേരെന്താ? ജെയിംസ്. ഈ റോഡിൽ കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചെന്താണ് അറിയോ, ചേട്ടൻ്റെ 2 കാലാണ്. ഈ കാലിൽ എന്താ പറ്റിയ ചേട്ടാ? 4ാമത്തെ വയസ്സിൽ പോളി വന്നേ. 4ാമത്തെ വയസ്സിൽ പോളി വന്നില്ലേ? അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു? അച്ഛനും അമ്മയും 6 മക്കളും. 6 മക്കളും ഉണ്ടായിരുന്നു. ചേട്ടൻ എത്രാമത്തെയാ? ഞാൻ 5ാമത്തെ. 5ാമത്തെ ആണല്ലേ? ചേട്ടൻ്റെ പേര് ജെയിംസ്. ജെയിംസ്. കല്യാണമൊക്കെ കഴിച്ചോ? കഴിച്ചു. എത്ര മക്കള്? 2 മക്കള്. 2 മക്കളുടെ ജെയിംസ് ചേട്ടൻ കല്യാണമൊക്കെ കഴിച്ച് 2 മക്കളൊക്കെ ഉണ്ട്. ഞാനെന്താ അറിയാം, ശരിക്കും പറയാൻ നിർത്താനുള്ള കാര്യം പറ്റുന്നല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ആവതും ആരോഗ്യമൊക്കെ ഉള്ള ആൾക്കാർ വെറുതെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ ജെയിംസ് ചേട്ടൻ ആശാരിപ്പണിയാണ്. എത്ര വർഷമായി ഈ ഒരു പണി? 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തുടങ്ങിയത്. 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ട് തമാശയ്ക്ക് വേണ്ടി തുടങ്ങി. ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ജെയിംസ് ചേട്ടന്റെ വർക്ക്ഷോപ്പും അതേ കൂട്ട് തന്നെ വീടും എല്ലാം ഇത് തന്നെയാണല്ലേ? 2 മക്കളാണ്. മക്കളൊക്കെ എന്തിനു പഠിക്കുന്നു? മൂത്താള് ഗൾഫിൽ പോയി, ഇളയാൾ +2 ആന്നില്ലേ? എല്ലാം നമ്മുടെ ഇതിനകത്ത് ഉള്ള അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം ചേട്ടന്റെ ഈ ഒരു കഷ്ടപ്പാട്, എല്ലാം ആരുടെ ഒരു സഹായം ഇല്ലാതെ. അപ്പൊ ഇതാണ് നമ്മുടെ ജെയിംസ് ചേട്ടന്റെ മോൻ. എന്താ പേര്? ജോയ്സ്. ഇപ്പോൾ +2 പഠിക്കുകയാണ്. അപ്പോൾ അമ്മയില്ലെന്നാണ് പറഞ്ഞത്. അമ്മ പുറത്തേക്കാണ്ട് പോയിക്കാണ്. നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള വർക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്? സാധാരണ ഫർണിച്ചർ ഐറ്റം എല്ലാം ചെയ്യും. ഫർണിച്ചർ എല്ലാം ചെയ്യാറുണ്ടല്ലേ? വീടാവശ്യമുള്ള ഐറ്റംസും എല്ലാം ചെയ്യാറുണ്ടല്ലേ? ഓരോ ആൾക്കാരും കണ്ടുപിടിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ആരോഗ്യങ്ങളും ഉണ്ടായിട്ടും ഒരു പണിക്കും പോവാതെ കറങ്ങി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 2 കാലം തളർന്നു പോയിട്ടും ചേട്ടൻ്റെ 10ാമത്തെ വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. ഒരു മോനെ ഗൾഫിൽ അയച്ചു, ഒരു മോൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ജെയിംസ് ചേട്ടൻ. എത്രത്തോളം നമ്മളെ ജെയിംസ് ചേട്ടനെ പ്രശംസിച്ചാലും മതിയാകത്തില്ല. എന്തായാലും ഈ വർക്കുകൾ ഇനിയും തുടരട്ടെ, ഒരുപാട് വർക്കുകൾ ചേട്ടന് കിട്ടട്ടെ എന്ന് ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ചാമ്പക്കടയിൽ നിന്ന് നമ്മൾ ഡ്രൈവർ ജംഗ്ഷനിലോട്ട് പോകുന്ന റോഡാണ്. അതിൻ്റെ സൈഡിലായിട്ടാണ് ചേട്ടൻ്റെ ഈ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ചേട്ടാ, ഒരുപാട് ആശംസകൾ നേരുന്നു, ഭാവുകങ്ങൾ നേരുന്നു. കാര്യം ഇനിയും നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ മുന്നോട്ട് പോട്ടെ. ഓക്കെ. ജെയിംസ് ചേട്ടനെ പോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും നമ്മുടെ ജെയിംസ് ചേട്ടൻ ഒരു പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ്. ഗുഡ് ബൈ.